ഫൈനലി എന്റെ മാളിന്റെ തല വെട്ടുമെന്നാണ് അമ്മ പറഞ്ഞേക്കണം. കുഴപ്പമില്ല, മാള് വാ, ഞാൻ ക്യാമറ സെറ്റ് വെച്ചേക്കണം. അതല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ വെട്ടാൻ പോണെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വലിച്ചു കയറി എന്ത് ചെയ്തേനാ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രാങ്ക് വീഡിയോ ആണ്. ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്നത് അമ്മയെ പറ്റിക്കണം എന്നുള്ളത്. സംഭവം വേറെ ഒന്നുമല്ല, മാളൂന് നിങ്ങൾ കണ്ടോണ്ടായി. മാളൂന് ഇന്നാൾ കൊണ്ട് എന്തൊരു പിക്സി എന്തൊരു ഹെയർ കട്ട് നമ്മൾ ചെയ്ത് ചുപ്രകോം പൂച്ചകളെ നമ്മൾ ഹെയർ കട്ട് ചെയ്ത്. അപ്പൊ ഹെയർ കട്ട് ചെയ്തപ്പോഴത്തേക്ക് തന്നെ ഇവിടെ വന്നു നല്ലോലിരുന്ന കുട്ടിയായിരുന്നു എന്നാണ് പറയാൻ തോന്നണം, അല്ലെങ്കിൽ കൊള്ളാന്ന് ഏതോ ഒന്ന് പറഞ്ഞു, എന്തോ പറഞ്ഞു. അപ്പൊ അത് ഒന്ന് വളർന്നിറങ്ങി അവളത്. ഇപ്പൊ അവള് ഇത്ര ലെങ്ത് ആയെന്ന് തോന്നുന്നു, ഇതിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് ആയി. അപ്പൊ ഇപ്പൊ അവൾക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും എത്തിന് വിയറൊക്കെ ഇടുമ്പോഴത്തേക്ക് ചേർന്നുണ്ട് മുടി. അപ്പം അപ്പൊ അവള് പറഞ്ഞു ഇത് വേണ്ട, ചൂടെടുക്കണം, കുറച്ചുകൂടെ ഷോർട്ട് ഹെയർ ആക്കാം, കുറച്ചുകൂടെ ഷോർട്ട് ഹെയർ ആക്കിയിട്ട് ഷോർട്ട് ഹെയർ അല്ല മൊട്ട അടിക്കണമെന്ന് പറഞ്ഞു അവൾക്ക്. സോറി ഗൈസ്, എൻ്റെ പൂച്ചയും പട്ടി അച്ചും കൂടെ അച്ചു കുട്ടിയും കൂടെ ഇവരെന്തോ ഭയങ്കര ഡയലോഗ് അടിയാണ് ഒന്നരാന്തും. അപ്പൊ മാളിന് മൊട്ട അടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മൊട്ട അടിക്കുന്നു. അപ്പൊ ഞാൻ വേണ്ട, ഇപ്പം വേണ്ട, ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞിട്ട് ചൂട് മാസം വന്നിട്ട് അപ്പം മൊട്ട അടിച്ചിട്ട് നമുക്ക് മൊട്ട അടിക്കാന്ന് പറഞ്ഞു. അപ്പം മുതൽ എൻ്റെ അമ്മ പറഞ്ഞു അത് കേട്ട് ഇരുന്ന എൻ്റെ അമ്മ എന്തോന്ന് അതിൽ സങ്കുടിതപ്പെട്ട് അപ്പം തന്നെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. നല്ലപോലെ ഇരിക്കുന്ന കൊച്ചിനെ കൊണ്ടുപോയി കുളം തോട്ടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ബഹളം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പം തന്നെ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു കേസ്. അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന്. സോ നമ്മൾ മാളൂന്റെ ഹെയർ മൊട്ടയടിക്കൽ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. പക്ഷേ എനിക്ക് തോന്നണത് ഏക്കുമെന്ന് തോന്നാണ്. ബിക്കോസ് ഒരു ഐഡിയ ഇല്ല. നമ്മളിവിടെ ഞാൻ അമ്മ പോയപ്പോഴേക്കും ഞാൻ ഇവിടെ എൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മ ഇവിടെ ഇല്ല, റേഷൻ കടയിൽ എന്തോ സംഭവം ചെയ്യാൻ വേണ്ടി പോയേക്കാണ്. അപ്പൊ അതുകൊണ്ട് അമ്മ ഇവിടെ ഇല്ല. അപ്പം അമ്മ പോയപ്പോഴും ഇവിടെ ഭയങ്കര കാര്യത്തിലിരിക്കണം, മാളുടെ കാര്യം നോക്കി. നമ്മളിതിനെ കുറിച്ച് ഒരു സംസാരമില്ല. പക്ഷെ പോയിട്ട് വരുമ്പോൾ ഒന്ന് നെട്ടും, നമുക്ക് നെട്ടിക്കാം. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഗൈസ്, അമ്മ വന്നിട്ടുണ്ട്. കുറെ നേരം വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അമ്മ എന്നാ പண்றேன்? അവക്കാടോ ഷേക്ക് അടിക്കാൻ പോണം. മാളു എവിടെയാ? മാളു 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 എത്തിപ്പോയി വിളിച്ചോളൂ. മാളു ഇപ്പൊ വിളിയേട്ട് കൈസ്. വരെയുണ്ടോ? നീ പറഞ്ഞൊരു സാധനം നടത്തി തരാം. കഴിഞ്ഞു വാ, മാളുവിന്റെ കല്യാണം നടത്തി കൊടുക്കാം. ഗൈസ് ഇങ്ങോട്ട് വാ. എന്തിത് ഗൈസ്, നമ്മൾ ഇന്ന് മാളുവിന്റെ തല മൊട്ട അടിക്കാൻ പോവാണ് ഗൈസ്. ചിലപ്പോഴേ ഉള്ളൂ. പെങ്കൊച്ചിന്റെ ഒന്നാമത് അതിന്റെ മുടി അലർജി. മുടി ആകെ 3 മുടിയുണ്ട്, അതുകൂടെ നീ മുറിച്ചു നിന്നെ വെട്ടും ഞാൻ. ഗൈസ് കേട്ടല്ലോ, എന്നെ ഇത് കൊണ്ട് വെട്ടും. എന്റെ മുടിയല്ലേ കുരുവൊക്കെ എടുത്ത് എറിയാണ്. അത് നിന്റെ തലയും അവളെ തല എന്റെ തലയാണ്. ഞാൻ പെറ്റതല എന്റെ തല. ഗൈസ് അമ്മ പെറ്റതല്ല അമ്മേരെ തലേന്ന് അങ്ങനെ ഇതില്ല. പെറ്റു ഓക്കെ, പക്ഷെ തല അത് ഞങ്ങൾക്കുള്ളതാണ്. അതിന്റെ അവകാശം എനിക്ക്. ഇതെല്ലാം കേട്ട് തകർന്ന് അഭി നിൽക്കുന്നു. ഭാവിയിൽ ഒരു മുട്ട പോലും അടിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് അവൻ തകർന്ന് നിൽക്കുന്നു. മാളു വാ, ഞാൻ ആമസോണിൽ നിന്ന് കൊറിയർ ഒന്നില്ലേ, ട്രിമ്മറൊക്കെ വെച്ചേക്കണം. ചിരിക്കണെന്തിന് ചിരി പറ, ക്യാമറ ചിരി വരണ. അല്ല, നീ കാര്യമായിട്ട് പറഞ്ഞാ പാലുകാച്ചൊക്കെ വരണം. നാണക്കേടാണ് കൊച്ചിന് തലയിൽ മുടിയില്ലാതെ കൊച്ചു ആൾക്കാരുടെ ഇടയിൽ നിൽക്കണത്. വേണ്ട ഗൈസ്, ഇവിടെ സ്റ്റണ്ടാണ് ഗൈസ്. നിങ്ങളുടെ അടുത്ത് പറയാം, അവിടെ തുടങ്ങിയതേ ഉള്ളൂ ഗൈസ്. മുടി ഇല്ലാത്തത് ഒരു കുറ്റമൊന്നുമല്ല, പിന്നെ ഓരോരുത്തരും ഇഷ്ടമാണ് മുടി വേണോ എന്നുള്ളത്. മാളു നിനക്ക് മുടി വേണോ? നീ എവിടെ പോണം? എന്തിനു ഇങ്ങോട്ട് വാ. മുടി വേണോ? വേണ്ടല്ല. അപ്പൊ ഇനിയെന്നാണ്
ഇങ്ങോട്ട് വാ. അല്ല വേണ്ട, ഊമയുടെ അടുത്ത് സംസാരിക്കണേക്കാളും ഗൈസ് ഊമ പെണ്ണിന് ഉരിയട. മാളുവിന്റെ മുടി വെട്ടണതിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം? കൊള്ളാം. ഓക്കെ, കൊള്ളാം. ഇങ്ങോട്ട് വരും, കേട്ടൂടാ. എനിക്ക് എന്തോ ഒരു ജീവി ഓർമ്മ വരണം. നിങ്ങൾ ഊളനെ പോലെ തോന്നി. അമ്മ വെട്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് കാണിച്ചു. ഫൈനലി എന്റെ മാളുവിന്റെ തല വെട്ടുമെന്നാണ് അമ്മ പറഞ്ഞേക്കണം. കുഴപ്പമില്ല, മാളു വാ, ഞാൻ ക്യാമറ സെറ്റ് വെച്ചേക്കണം. അമ്മ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കല്ലേ, ഞാൻ വ്ളോഗ് വീഡിയോ എടുക്കുകയാണ്. മാളൂരെ മുടി വെട്ടണേ, എന്റെ കിടന്ന് ബഹളം വയ്ക്കല്ലേ, നാണക്കേടാണ്. പെങ്കൊച്ചല്ലാതാണ് അവള് പറയുന്നത്, ഇവര് പറയുന്നു പെങ്കൊച്ചാണ്. അമ്മയ്ക്കല്ലേ അറിയോ ഗൈസ് പെങ്കൊച്ചാണോ എന്നുള്ളത്. എന്തിരിത്, ആദ്യം വീട് പണി തീരട്ടെ, എന്നിട്ട് നമുക്ക് പാചകത്തിനെ കുറിച്ച് ആലോചിക്കാം. ഗാർഹിക പീഡനം. അയ്യോ, ഞങ്ങളെ കൊല്ലാൻ നോക്കണേ ഗൈസ്. അപ്പൊ നമ്മൾ ഷേക്ക് കുടിച്ചോടനെ നമ്മൾ ഹെയർ കട്ടിങ്ങിലോട്ട് പോവാണ്. അമ്മ അതിനിപ്പോ എന്താ, അവൾ ആ സമയത്ത് അവള് തലയിൽ സ്കാർഫ് ഇട്ട് വെച്ചേക്കും. അവക്ക് പഠിക്കുമ്പോ അവക്ക് അതൊരു ബുദ്ധിമുട്ട്. തലയിൽ മുടിയുള്ളത് അവക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ മുടിയുള്ളവരാരും പഠിച്ചിട്ടില്ല. ഈ പഠിച്ച് ജോലിയൊക്കെ വെച്ച പെമ്പിളരൊക്കെ മുട്ട അടിച്ചിട്ടല്ലേ പഠിച്ചത്. നമ്മളിപ്പോ ഷേക്ക് തരുമെന്തോ. ഈ ഒരു അവസരത്തിൽ ഷേക്ക് കിട്ടുമോ തോന്നല്ല. എന്തായാലും പോയി പഴം വാങ്ങിച്ചോണ്ടോ ഷേക്ക് അടിക്കാൻ. ഷേക്ക് കുടിച്ച ഉടനെ നമ്മൾ മുട്ട അടിക്കുന്നതാണ് സംഭവം. വേറെ ഒന്നല്ല ഗൈസ്, മാളൂത്തി മുടി അഴിച്ചിട്ടാണ്. ഇത്രയായുള്ളു മുടി അഴിച്ചെടുത്ത് ഇങ്ങോട്ട് വാ. നീയൊക്കെ ഇത്ര കാലിൽ സ്പ്രിങ് വെച്ചേക്കണ ഗൈസ്. ഈ മുടിയിലാണ് നമ്മൾ മുട്ട അടിക്കാൻ പോണേ. എനിക്ക് കുഴപ്പമില്ല, നമ്മൾ ആദ്യം ഇത് ഫുള്ള് വെട്ടിയതിന് ശേഷം ട്രിമ്മർ ഇട്ട് വഴിച്ചിറക്കിയ ശേഷം മറ്റൊരു സാധനമുണ്ട്, ആ സാധനം ഇട്ട് നമ്മൾ വഴിച്ചിറക്കും. അങ്ങനെയാണ് ചെയ്യണത്. സോ നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഷേക്ക് സ്മൂത്തി ഒക്കെ കുടിച്ചു. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സൽക്കർമ്മത്തിലോട്ട് പോവാം. നമുക്ക് കഥവിലൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ബോളം വയ്ക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ്. ഓക്കെ, വേണ്ട ഹെയർ കട്ടിങ് ബ്ലോഗ് എടുക്കാനൊക്കെ നാളെ ഇവിടെ ഇരി നല്ല ആക്റ്റീവായിട്ടിരി. ഓക്കെ, ഞാൻ ആൾക്കാർ വിചാരിക്കും ഞാൻ നിന്നെ വിഷമിപ്പിച്ചിട്ടാണ് നിന്നെ നിർബന്ധിച്ച് മുടി വെട്ടിപ്പിക്കണേന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, മാളുവിന് കുറേ നാളായിട്ട് ഒരു ആഗ്രഹം ഗൈസ്. മാളുവിൻ്റെ ആ തലയിലുള്ള 4 രോമം നമ്മൾ ഇന്ന് വഴിച്ചിറക്കാൻ വേണ്ടിയിട്ട് പോകണം. കാരണം അവൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ എന്തോന്ന് ഇവിടെ ഇങ്ങനെ മെഴുക് പോലെ ഇരിക്കുന്ന തലയില്ലേ, ആ തലയിൽ സ്കാർഫൊക്കെ കെട്ടി നടക്കണമെന്നാണ് ആഗ്രഹം. അല്ലേ മാളു? അതല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ വെട്ടാൻ പോണെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ വെട്ടരുത്, പിന്നെ എന്തിനാ വെട്ടണത്? വായിലിടിക്കുമെന്ന്. അമ്മ എത്തി പോമ്മ, ബഹളം വയ്ക്കാതെ വീഡിയോ എടുക്കരുത്. ഈ മുടി വെട്ടണ വീഡിയോ എടുക്കണ്ട, മുടി വെട്ടാൻ വേണ്ട, മുടി ഒന്നും ചെയ്യണ്ട. അമ്മ അത് വളരണ സാധനമില്ലേ, അതിപ്പോ കുറച്ച് പോയാ എന്ത്? അല്ലെങ്കിൽ നിനക്ക് അത്ര അത്യാവശ്യം അത്ര കൊതിയാണെങ്കിൽ ഇന്നാള് വെട്ടിയണൊക്കെ വെട്ട്. ഇന്നാള് വെട്ടിയതല്ല എന്തൊരു പോയി കേട്ടാ, എന്തൊരു കുന്തോ അത് വെട്ടിയിട്. അല്ലാതെ അങ്ങനെ മുട്ടയടിക്കല്ലേ. നിന്നെ ഞാൻ ശരി രണ്ടിനെയും കൂടെ അറിയുമ്പോ ശരിയാക്കും നീ. അത് അവക്ക് പഠിക്കാൻ വേണ്ടി ഈ മുടി ഇങ്ങനെ കിടക്കണത്. പഠിക്കാനാ? ആ പഠിക്കാൻ ഈ മുടിയുള്ളതാരും പഠിക്കണില്ലേ? ഇതെന്തൊരു പാട്, ലോകത്തങ്ങുമില്ല. അമ്മ എന്തിനമ്മ ഒരു വീഡിയോ എടുക്കാൻ പറ്റൂല, എന്തൊരു ബഹളം നിങ്ങൾ ഇവിടെ. ഈ വീഡിയോ എടുക്കുമ്പോ ഞാൻ കഥ പറയാമോ? അമ്മ അയ്യോ, അമ്മ കഥ വിചാട്ടെ കളിക്ക. എന്താ കാണിക്കണ? അമ്മ നീ എന്തിനു ഫോൺ വലിക്കണത്? അമ്മ അവന്റെ അടുത്ത് ദേഷ്യപ്പെടാതാ. റിയാക്ഷൻ വീഡിയോ എടുക്കണം. നിങ്ങളോട് മുടി വെട്ടിയിട്ട് ഇറങ്ങിയപ്പോ നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോ. മുടി വെട്ടിരിക്കുമ്പോ തലേ കൂടെ വെട്ടും ഞാൻ അറിയുവാ. മുടി വെട്ടിയിട്ട് കേട്ടാ.
മാളുവിനെ കൊല്ലം മാളുവിനെ കൊല്ലം. അമ്മ മിണ്ടല്ലേ ഞാൻ ഞാൻ ഒന്നും പറയില്ല. എത്ര അനുസരിക്കാത്ത ജന്തുക്കള് ആരെങ്കിലും ഒരു പേടിയാണോ? ജന്തുക്കൾ ഞാൻ അനുസരിക്കാത്ത ജന്തുക്കളും ആരെങ്കിലും പേടിയില്ലാത്ത ജന്തുക്കളും മൂദേവികൾ ഞങ്ങൾ. ആദ്യത്തെ മൂദേവി ഞാൻ, രണ്ടാമത്തെ മൂദേവി അവള്. അമ്മ മിണ്ടല്ലേ. അപ്പൊ ഗൈസ് നമ്മള് മാളൂനിങ്ങനെ ആഗ്രഹമാണ്, മാളൂനിങ്ങനെ പശു നക്കിയാണ് ഇങ്ങനെ മെഴുകി കണക്കാത്ത തല വേണമെന്ന്. അപ്പൊ അതുകൊണ്ട് മാളൂന്റെ മുടി വഴിച്ചിറക്കി മുണ്ടനം ചെയ്ത് അതിനകത്ത് ചന്ദനവും വൈക്കോൽ പുല്ലൊക്കെ കുത്തി നിർത്തിയിട്ട് നമ്മൾ ഇതിന് ചുറ്റും ഓടും. അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. സോ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഒക്കെ ഇങ്ങനെ വെട്ടിക്കളയും. എന്നിട്ട് അതിനൊക്കെ കാണിക്കണോ എന്തോ അഹങ്കാരി. രണ്ടെണ്ണത്തിനും അഹങ്കാരം, രണ്ടെണ്ണത്തിന് തീർന്നില്ല കൈസോട് വെള്ളം വെച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് അതിൽ നമ്മൾ ഇങ്ങനെ മറ്റേ എന്തോന്ന് വഴിച്ചിറക്കും. അപ്പോൾ വഴിച്ചിറക്കാനുള്ള സാധനം ഒരു ട്രിമ്മറൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് വേറെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഗൈസ് നമ്മൾ ഇതിൽ സെർച്ച് ചെയ്യണം. നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്താണ് ഹെയർ കട്ടിങ് ASMR സൗണ്ട്, കട്ടിങ് ട്രിമ്മർ സൗണ്ട്, ട്രിമ്മർ സൗണ്ട് സൗണ്ട്. സോ ഗൈസ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ സൗണ്ട് തന്നെ ഇട്ടുകൊണ്ടിരിക്കും ഒരു 10-15 മിനിറ്റ്. കുറച്ച് കഴിഞ്ഞ് മിണ്ടാതിരിക്കും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ അമ്മയ്ക്ക് മാളുവിൻ്റെ ഒരു ഫോട്ടോ സ്നാപ്ചാറ്റ് എടുത്താൽ ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അതാണ് അയച്ചു കൊടുക്കാൻ പോകണം. സോ ഗൈസ് അതുവരെ നമുക്ക് ഈ റൂമിലിരുന്ന് പുഴുക്കാം, വെയിറ്റ് ചെയ്യാം. ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അവിടെ എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അബീരടുത്ത് ക്യാമറ കൊടുത്തിട്ട് എന്തുണ്ടെങ്കിലും എടുത്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോൺ കൊടുത്തിട്ട്. സോ നമുക്ക് നോക്കാം. സോ ഗൈസ് നമ്മൾ 15 മിനിറ്റ് വരെ ട്രിമ്മർ മാത്രം സൗണ്ട് ഇട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഉമ്മയൊക്കെ എടുത്താന്ന് കാണിക്കുന്നില്ല, ഒക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഞാനിപ്പം വെളിയിൽ ഇറങ്ങിയിട്ട് മാളുവിൻ്റെ ഫോട്ടോ ഷെയർ ചാറ്റിലെടുത്ത് ഇവിടെ കൊടുത്തേക്കാം. ഷെയർ ചാറ്റിലെടുത്തത് ഇപ്പം ഞാൻ അമ്മയെ കാണിച്ചു കൊടുക്കുക. എൻ്റെ മറ്റേ ഫോണിലോട്ട് ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെനിക്ക് വീഡിയോ എടുക്കണമുണ്ട്. അപ്പം ഞാൻ ഇറങ്ങിയിട്ട് ഈ മാളു ഞാൻ ഇറങ്ങുമ്പോൾ ഈ കഥ അടച്ചേരെ, നമുക്ക് ശബ്ദമില്ലാതെ ഇറങ്ങാൻ. ശബ്ദമൊന്നും കേൾക്കാതെ ഇവിടെ എന്തോ ഉറങ്ങിയെന്ന് തോന്നുന്നു. 10-20 മിനിറ്റ് ബഹളം വെച്ച് ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പം അവിടെ നടക്കണം എന്താണോ അതെടുക്കുക. അബീരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അബി എടുക്കണം അതെനിക്കൊന്നും പറഞ്ഞുകൂടാ. അബീരെ കാര്യമായിട്ടൊന്നും പറഞ്ഞുകൂടാ. ഞാൻ ഇപ്പോൾ ഇറങ്ങിയിട്ട് കഥ അടച്ചിട്ട് അമ്മയെ വിളിക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് സർപ്രൈസ് കാണിച്ചു കൊടുക്കാം കേട്ടോ. തലയിൽ തുണി ഇട്ടുകൊണ്ട് വരണേ, ഈ പുതപ്പ് മൂടിക്കൊണ്ട് വരണേ കേട്ടാ കേട്ടാ കേട്ടാ. ഓ നിന്നെ വിളിക്കാം. വിളിക്കുമ്പോൾ നീ തുറന്ന് വേണം. അമ്മ അമ്മ ഇങ്ങ് വന്നാണമ്മ. വരി സുന്ദരി വരി. മക്കളെ കഥ അടച്ചിട്ട് മറ്റേ ഫോണിൻ്റെ എടുത്തോണ്ടോടാ അവിക്കുട്ട. ഇങ്ങോട്ട് നിന്നാണ് വെട്ടം കിട്ടല്ലേ, നിങ്ങളെ മോൻ കിട്ടല്ലേ. തിക്കുടിങ്ങോട്ട് വരും. ഗായ്സ് എന്റെ അനിയത്തിയുടെ ഈ മുഖം കാണാൻ വേണ്ടിയിട്ട് എന്റെ അമ്മ ആവലോടൻ കാത്തുകൊണ്ടിരുപ്പത്. എന്ത് നിങ്ങൾ വല്ല വിഴിഞ്ഞോ? അവക്കാട് ഓരോ കുരുവല്ലോ വിഴിഞ്ഞ. അമ്മ കുറച്ച് നല്ല രസമുണ്ട് അവളെ കാണാൻ. കുറച്ച് മുറിവുണ്ട് തലയില്. അത് അമ്മ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അയ്യോ കോമഡി. സന്ധ്യ PR-ന്റെ കോമഡികൾ ഫോട്ടോ കാണിച്ചു തരാം. അതുകൊട്ടെ ആദ്യം നീ കാണാം. എങ്ങനെ ഉണ്ടടാ? നിനക്ക് ചേട്ടാ അതേപോലെ അമ്മ ഇവിടെ ഇവിടെ കാണിച്ചേരാ. ബാക്കിലോട്ടോ കാണിച്ചേരാ. ബാക്കിലോട്ട് ചെയ്തു വെച്ചേക്കണ വേല എന്ത് ക്ലീൻ ഷേവ് ആക്കി വെച്ചേക്കണടി. ഇപ്പൊ എനിക്ക് കുറച്ച് മുറിഞ്ഞ് ഞാൻ എന്നെ കൊണ്ട് പറ്റണ രീതിക്ക് സെറ്റ് ചെയ്ത്. ബാക്കിൽ കുറച്ച് സാധനം കുടുമിയൊക്കെ ഇട്ട് അതെടുക്കാൻ പറ്റേ. അത് കുറച്ച് വൃത്തിയുടെ. അത് ഇനിയിപ്പൊ പുറത്ത് അങ്ങനെയാടാ അവിടത്തെ മാമൻ കട തുറന്നാന്ന് നോക്കിയാണ്ട. എനിക്ക് ചിരിക്കുന്നത് ഓളക്കട്ടി ചിരി. എന്റെ അമ്മ പോകാൻ പോണെന്ന്. എടാ നീ അപ്പുറത്തെ മാമൻ കട തുറന്നാന്ന് നോക്കിയാണ്ട. ബാക്കി വെട്ടിക്കളെ
അത് ഇത്തിരി വൃത്തികേടായിട്ടിരിക്കണം അമ്മ. നീ ഭയങ്കര വെട്ടുകാരെന്ന് പറഞ്ഞ് കളിക്കാത്ത കഥോടല്ലേ. ഇന്ന് ഞായർ തുറക്കൂലല്ലേ? ഭയങ്കര വെട്ടുകാരിയെന്ന് പറഞ്ഞു. നിങ്ങൾ വിളിക്കും മാളൂന, ഇങ്ങോട്ട് വന്ന് വിളിക്ക്. ഓ പറഞ്ഞ കേക്ക്. മാളു ഇറങ്ങി വന്നാണ്ട്. നമ്മളെ വായി വെച്ചിട്ട് തലയിട്ടൊന്നല്ലേ ഇറങ്ങ. ചുമ്മാ പറഞ്ഞതാ. പിന്നെ സൗണ്ട് കേട്ടത് നല്ലതായി കേട്ടാത്തത്. അയ്യോ വലിച്ചു കേറി എന്തോ ചെയ്തേനാ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാങ്ക്? ഇച്ചതാ. ഓ മനസ്സിലായില്ലേ? ഇപ്പേലും മനസ്സിലായില്ല. ഇങ്ങോട്ടൊരു പ്രാങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്ത മാസം വെട്ടുമല്ലേടി? ആ അടുത്ത 2 ദിവസം കളയല്ലേ മക്കളെ. ഇത് എനക്ക് വേണമെങ്കിൽ പ്രാങ്കിക്കോ. ഇന്നലെ യഥാർത്ഥത്തിൽ കേട്ടല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാങ്ക്? പ്രാങ്ക് ഞാൻ വിചാരിച്ച് ഈ സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു മറ്റേ ഡ്രിമ്മർ ഇട്ട് അത്രയും മേടിച്ച് കളയണമെന്ന് വിചാരിച്ച്. നമ്മളെ ഈ പ്രാങ്കിൽ നമ്മളെ കൂടെ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നിന്ന എന്റെ അഭിക്കുട്ടനാണ്. താങ്ക്സ്. ഞാൻ വീഡിയോ നോക്കിയില്ല. ഇവന്റെ അടുത്താണ് അമ്മയുടെ സംസാര എക്സ്പ്രഷൻ ഒക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞ. അപ്പൊ ഈ ഒരു അവസരത്തിൽ എന്ത് പറയുന്നു? വെട്ടി വെക്കി തന്നായിരുന്നേനെ. വെട്ടാത്ത നല്ലത്. പിന്നെ എന്തിനുള്ള മുട്ടയടിച്ച ആരാലത്ത് വളരെ മുട്ടയടിച്ച ഇത് തീരൂല ഗൈസ്. ഇവിടത്തെ വഴക്കിപ്പഴും തീരൂല. സോ ഗൈസ് ടാറ്റാ ബൈ ബൈ. എങ്ങനെ ഉണ്ടായിരുന്നു പറ്റിച്ചത്? പറ്റിച്ചോണ്ട് കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ വെട്ടിയിരുന്നെങ്കിൽ പ്രശ്നമായേനെ. നമുക്ക് വെട്ടും. മൈ മമ്മ നമ്മളെ പോലെ. സോ ഗൈസ് ടാറ്റാ.